ശകലമാ. അത് ഞാൻ ആദ്യം വായിക്കാം. ആം, ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് ഉൽപ്പത്തി പുസ്തകമാ എന്റെ പേഴ്സണൽ ധ്യാനത്തിന് വായിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 8-ന്റെ 1. ഇങ്ങനെ ആ വാക്യം പോകുന്നത്: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി. അതായത് ഏകദേശം മൊത്തത്തില് 1 വർഷമാണ് നോഹയും ആനിമൽസും നോഹയുടെ കുടുംബവും എല്ലാം പെട്ടകത്തിൽ പാർത്തതെന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതായത് 600-ാമത്തെ ആണ്ടില് വെള്ള 600-ാമത്തെ ആണ്ടില് പെട്ടകത്തിൽ കയറിയെങ്കില് 601-ാമത്തെ ആണ്ടിലാണ് പെട്ടകത്തിൽ നിന്ന് അവരിറങ്ങിയത്. 1 വർഷത്തോളം അവര് ആ ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം എത്ര വലിയ കാര്യങ്ങൾ അവിടെ പുറത്ത് സംഭവിക്കുന്നതെന്ന്. മഴയും എല്ലാം മൂടി, എല്ലാ പർവ്വത ശിഖരങ്ങളെല്ലാം മൂടിയ സമയത്ത് ഇവർ പെട്ടകത്തിനകത്താ. അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ചത് ദൈവം ഓർത്തു എന്നുള്ളതാണ്. ദൈവം നോഹയെയും അവനോടുകൂടെയുള്ള പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ കർത്താവിന് ഇത് വല്ലതും അറിയാമോ, കർത്താവ് ഇത് ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവമക്കളെ, ഞാനിത് പറയട്ടെ, കർത്താവ് ഓർക്കാതെ ഒന്നുമില്ല. കർത്താവ് അറിയാം, കർത്താവിന് എല്ലാം അറിയാം. ആ കർത്താവ് അത് മാത്രമല്ല, എന്നെ ചിന്തിപ്പിച്ചത് കർത്താവിന് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ മേലെയുള്ള കൺട്രോൾ. അതായത് ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തുള്ള മഴയും നിന്നു. അതായത് ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവത്തിന് അറിയാം. അപ്പൊ ഈ 1 വർഷം ചിലപ്പം നോഹയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് അറിയത്തില്ല അതിന്റെ അകത്ത്. പക്ഷെ നമുക്കറിയാം ഒരു പ്രയാസവും അവിടെ വന്നിട്ടില്ല. ഭക്ഷണത്തിന് കുറവ് വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുമായിരുന്നു, ഒരു പല്ലി പോലും അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് എവിടെയെങ്കിലും ചത്ത് കിടന്നാൽ അതിന്റെ ദുർഗന്ധം നമുക്ക് സഹിക്കത്തില്ല. ഒരു എലി ചത്ത് കിടന്നാൽ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. കാരണം ദൈവത്തിന്റെ കൺട്രോൾ. പുറത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവമക്കള് ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് സുരക്ഷിതരാ. ഒത്തിരി കാര്യങ്ങൾ ആ കാറ്റ് പോലെ അടിച്ച് നമ്മുടെ ചുറ്റും വരാം. പക്ഷെ നമ്മൾ ആക്ച്വലി കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരാന്നുള്ള ഒരു കാര്യം ദൈവം ഓർത്തു. ദൈവം ഓർത്തു എന്ന് വെച്ചാൽ ദൈവത്തിന് ഒരിക്കലും മറവി സംഭവിക്കത്തില്ല. ഒരു പ്രാവശ്യം കൂടെ ഇത് എന്റെ മനസ്സിൽ ദൈവം തന്നത് പുറപ്പാട് പുസ്തകം അതിന്റെ 8-ാം വാക്യം. നമ്മള് പുറപ്പാട് പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 2-ന്റെ-23. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കള് അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ദൈവം തന്റെ നിയമം ഓർത്തു. ദൈവം നമുക്ക് പല വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന മക്കളെ പറ്റിയുള്ള വാഗ്ദത്തം. എപ്പോഴും ഞാൻ മക്കളെന്ന് പറയുമ്പോൾ വീട്ടിൽ ജനിച്ച മക്കൾ മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്, ആത്മീയമായിട്ട് സഭാകൂടിയവരുകളുള്ള മക്കളുടെ കാര്യം കൂടെ ചേർത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കും. പൗലോസ് അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവവചനം പഠിപ്പിച്ച് ദൈവം പറഞ്ഞ അനുസരിച്ച് വളർത്തുകയും എസ്പെഷ്യലി ചെയ്യുമ്പോൾ ഈ കർത്താവിന്റെ നിയമം എന്തോന്നറിയാമോ? ദൈവവഴികൾ നടക്കുന്നവർക്ക് നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും, അവരുടെ സമാധാനം വലിയതാകും. അപ്പൊ ഇതൊരു പ്രോമിസാ, വാഗ്ദത്തം. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. അപ്പൊ ദൈവം ഒരു നിയമം വാഗ്ദത്തം ചെയ്താൽ ദൈവം തിരിഞ്ഞു പോകത്തില്ല. ദൈവം അത് ഓർക്കും, ദൈവം അത് ചെയ്യും. ദൈവസന്നിധിയിലാക്ക നിലവിളി എത്തും. ആ തക്ക സമയത്ത് ദൈവം വിടുവിക്കും. ദൈവം കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. ഒരു വാക്യം കൂടെ വായിക്കാം. മലാക്കി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം. അവസാനത്തെ പുസ്തകമാണല്ലോ ഓൾഡ് ടെസ്റ്റ്മെന്റില്. മലാക്കി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം.
മലാക്കി 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. പ്രസന്റ് ടെൻസിലത്. അതായത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നമ്മള് പലപ്പോഴും തമ്മിൽ തമ്മിൽ നമ്മുടെ ഭാരങ്ങളെ പറയുമ്പോൾ, നമ്മള് പ്രയാസങ്ങൾ പങ്കിടുമ്പോൾ ദൈവം അത് ശ്രദ്ധ വെച്ച് കേൾക്കുക. ദൈവം നമ്മൾ ഈയിടെ ചേർച്ചില് ത്രിയേക ദൈവത്തെ പറ്റിയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ത്രിയേക ദൈവം തമ്മിലുള്ള ആ ബന്ധം, അതുപോലെ തന്നെ മനുഷ്യനുമായി ദൈവത്തിനുള്ള ബന്ധം, മനുഷ്യർ തമ്മിൽ അതേ ഒരു ത്രിയേക ബന്ധത്തിന്റെ റിലേഷൻഷിപ്പില് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് പോകാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തന്നെ ത്രിയേകമായിട്ടും തൃത്വമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. ഫാദർ ഗോഡ് പറയുന്നില്ല സൺ ഗോഡ് ചെറുതാണെന്നോ, അങ്ങനൊന്നുമില്ല. ത്രിയേക ദൈവം നമ്മൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം ആ രീതിയിൽ എസ്പെഷ്യലി നമ്മളെ ഭൂമിയിലായിരിക്കുമ്പോഴും നമ്മൾ അന്യോന്യം നമ്മള് സംസാരിക്കുന്നത്, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ശ്രദ്ധ വെച്ച് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ദൈവം. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചു. ബുക്ക് ഓഫ് റിമെമ്പറൻസ്. ഗോഡ് റിമെമ്പേർഡ് നോവ. ഗോഡ് റിമെമ്പേർഡ് ദ ഇസ്രയേലൈറ്റ്സ്. ഗോഡ് ഗോഡ് ഹസ് റിട്ടൺ എ ബുക്ക് ഓഫ് റിമെമ്പറൻസ്. ദൈവം എഴുതി വെച്ചിരിക്കുക. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 112:6. ആ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാന്മാർ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഇത് ഞാൻ എപ്പോഴും ഓർക്കും. നീതിമാന്മാർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവര്, ദൈവത്തിന്റെ കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കുക, ആ രീതിയിൽ യേശു കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് അവരാണ് ദൈവസന്ധി നീതിമാന്മാർ. കാരണം അവരുടെ നീതി അല്ലല്ലോ അവിടെ വരുന്നത്, കർത്താവിന്റെ നീതിയാ ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുക നമ്മുടെ മേലെ. ആ രീതിയിൽ നടക്കുന്നവർ എന്നേക്കും ഓർമ്മയിലിരിക്കും. എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണെന്ന് ഞാൻ ഓർക്കുക. ദൈവത്തിന്റെ ഓർമ്മയിൽ നമ്മൾ പോകത്തില്ല. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കൺട്രോൾ ഉണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. ദാനിയേൽ പ്രവചനം 4:26. വൃക്ഷത്തിന്റെ തായ്വേർ വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം. അതായത് ഇവിടെ ഒരു കാര്യം രാജാവിനോട് പറയുക. അതിനകത്ത് പറയുന്ന ആ ഒരു ഫ്രേസ് മാത്രം, വാഴുന്നത് സ്വർഗമാകുന്നു. ഇറ്റ് ഇസ് ഹെവൻ ദാറ്റ് റൂൾസ്. അപ്പൊ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ ഓവർ റൂളിംഗ് ഉണ്ട്. ഒരു കാര്യവും ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ജീവിതത്തിൽ, യൂഷ്വലി ഞാൻ സിസ്റ്റേഴ്സ് മീറ്റിംഗ് എടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാ ചെയ്തത് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ബേസ് ചെയ്താണ് ഞാൻ സാധാരണ സംസാരിക്കാറുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ചിന്തിച്ചപ്പോൾ സ്വർഗമാണ് എൻ്റെ ജീവിതത്തിൽ വാണത്. ഒത്തിരി സാഹചര്യങ്ങൾ വന്നു. ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ എന്നെ വളരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത സാഹചര്യം വന്നു. തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യങ്ങൾ വന്നു. ചില സമയത്ത് എന്താ ചെയ്യേണ്ടിയെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ വന്നു. ഒരു നീണ്ട ജേർണി അണ്ടർടേക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വേണമായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം വേണമായിരുന്നു. പല കൺട്രോൾസ്, ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് വീട്ടിൽ വന്ന് ചെയ്യാനായിട്ട്. അപ്പൊ അന്ന് അതിശയകരമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അവിടെയൊക്കെ വാഴുന്നത് സ്വർഗമാകുന്നു. ഇറ്റ് ഇസ് ഹെവൻ ദാറ്റ് റൂൾസ്. ആ ഹെവൻ റൂൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ സിസ്റ്റർ ചിലപ്പോൾ പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയെ കർത്താവ് ദൈവത്തിന്റെ ഉള്ളം കൈയിൽ ഒരു പൂവിനെ പോലെയാണല്ലോ കൊണ്ട് നടക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അനിയത്തി പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കും. അത് ആക്ച്വലി എന്നെ പറ്റി മാത്രമല്ല, നമ്മളെ പറ്റി ഓരോരുത്തരെയും പറ്റി അങ്ങനെയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ബിലവഡ്, ഏറ്റവും പ്രിയപ്പെട്ടവർ. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ അത് റിയലൈസ് ചെയ്യുമ്പോഴാണ്. അത് കർത്താവിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, വിശ്വാസം കൂടാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വേറെ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. നമ്മൾ ഒരു പ്രവൃത്തിയും നമ്മൾ ഒത്തിരി സഭയ്ക്ക് വേണ്ടി ചെയ്തതോ അല്ലെങ്കിൽ ദൈവരാജ്യം, അതൊന്നും വിശ്വാസം. നമ്മൾ ചിലപ്പോൾ കിടക്കയിലായിരിക്കും, എന്നാലും വിശ്വാസം.
ആ വിശ്വാസം വരുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ സ്വർഗമാണ് വാഴുന്നത്, വേറൊന്നുമല്ല. കർത്താവ് എൻ്റെ മക്കളുടെ കാര്യം അങ്ങ് നിങ്ങളുടെ ഞാൻ കർത്താവ് ഉപദേശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഉപദേശിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, അത് മാത്രമല്ല കർത്താവെ അങ്ങ് നോയെ ഓർത്തു, അങ്ങ് ഇസ്രായേൽ മക്കളെ ഓർത്തു. നീതിമാന്റെ കാര്യം എന്നും അങ്ങയുടെ ഓർമ്മയിൽ ഇരിക്കും. കർത്താവെ അവരെല്ലാം നിലവിളിച്ചു, അങ്ങ് കേട്ടു. അവരുടെ വിഷമങ്ങൾ നമ്മൾ ഗ്രോൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ മുറിവേറ്റ് ഹൃദയത്തിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവ് ഓർക്കും, കർത്താവ് കേൾക്കും, കർത്താവ് അറിഞ്ഞു എന്നായിരുന്നു. ഗോഡ് ടുക്ക് നോട്ടീസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കാര്യത്തില്. അതുപോലെ ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രയാസങ്ങളും വേറൊരു നമുക്കറിയാം, നമ്മുടെ കണ്ണുനീര് കർത്താവ് ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഷെഡ് ചെയ്യുന്ന ടീയേഴ്സ്, നമുക്ക് പ്രയാസം വരുമ്പോൾ നമുക്ക് കണ്ണുനീര് പോലും പുറത്തു വരാൻ പറ്റാതെ നമ്മൾ ഉള്ളിൽ നുറുങ്ങുന്ന സമയത്ത് കർത്താവ് അതിനെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ട്. കർത്താവ് അതിന്റെ ആക്ഷൻ എടുക്കും. കർത്താവിനറിയാം. നമുക്കറിയാം നോഹയുടെ കാര്യത്തില് കർത്താവ് ആക്ഷൻ എടുത്തു. നോഹ വിചാരിച്ചതാണ് എന്താ ഇതെല്ലാം, ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ പെട്ടകവും പൊട്ടി പോവോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കർത്താവ് ആ ഒരു ഫാമിലിയെ കൊണ്ട് ഫുൾ വേൾഡിനെ, ഇന്ന് കാണുന്ന വേൾഡിനെ റീപോപ്പുലേറ്റ് ചെയ്യാനായിട്ട്, പിന്നെയും വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു. ഇസ്രായേൽ മക്കള് ആ അടിമത്വത്തിൽ കിടന്ന് ഞെരുങ്ങിയപ്പോഴ് അവരെ ഒരു വലിയൊരു ജാതിയാകാനായിട്ട്, ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭൂമണ്ഡലത്തിലെ ഒരു ചെറിയ ഭാഗത്തിലെ ആൾക്കാരാ. പക്ഷെ അവരാണ് ആക്ച്വലി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് പവറായിട്ട് ഇന്ന് നിൽക്കുന്നത്. കർത്താവ് നമ്മുടെ കാര്യം ഓർക്കുന്നുണ്ട്. ഇന്നത്തെ കാര്യവും കർത്താവിനറിയാം. ഇന്ന് എന്തൊക്കെയാ ചെയ്തു തരേണ്ടതെന്ന് കർത്താവിനറിയാം. കർത്താവ് അതിന്റെ മേലെ ഓൾറെഡി ആക്ട് ചെയ്തിട്ടുണ്ട്. കർത്താവ് ഒരു കൊരിന്ത്യരിൽ ഒരു വാക്യമുണ്ടല്ലോ, ആ പരീക്ഷ പെർമിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പോക്കുവഴിയും ഓൾറെഡി ഉണ്ടാക്കുന്ന, അങ്ങനെ ചെയ്യുന്ന ദൈവമാ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ എന്റെ കാര്യം ദൈവത്തിന് ഓർമ്മയുണ്ടോന്നില്ല. ദൈവം ഏറ്റവും നന്നായിട്ടാ. പക്ഷെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്ന ചിന്ത അവസാനിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് അതിനെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുക, നമ്മുടെ പ്ലാൻസ് ആയിരിക്കത്തില്ല കർത്താവിന്റെ പ്ലാൻസ് നമ്മുടെ ജീവിതത്തെ പറ്റി. ദൈവം ഓർക്കും എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഹയർ പ്ലാൻസാ. അതുകൊണ്ട് നമ്മൾ ഒരു കണ്ടീഷനും വെക്കാതെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യണം. അയ്യോ ഞാൻ പറഞ്ഞത് നടന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ കാര്യം നടക്കത്തില്ല. കാരണം എനിക്ക് അറിയത്തില്ല അടുത്ത സ്റ്റെപ്പ് എന്താന്ന്. കർത്താവിന് ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് കർത്താവിന് അറിയാം. ഞാൻ എപ്പോഴും സങ്കീർത്തനം 23 ഒരു ആട്ടിടേന്റെയും കാര്യം പറയുമ്പോൾ, ആടിനെ പറ്റി ഞാൻ വായിച്ചു കേട്ടത് 10 അടി മാത്രമേ അതിന് ഭയങ്കര കാഴ്ച കുറവുണ്ട്. ദൂരം അതിന് കാണത്തില്ല. ഏകദേശം 10 അടി എത്രയോ മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ആട്ടിടയന് അതിനേക്കാട്ടിലും അപ്പുറം കാണാം. അതുകൊണ്ടാണല്ലോ ദാവീദ് ദൂരേന്ന് വന്ന കരടിയും സിംഹത്തെയും ഒക്കെ കണ്ടിട്ട് അതിനെ ഒതുക്കിയിട്ട് തന്റെ ആടുകളെ രക്ഷിച്ചത്. എന്നാൽ ദൈവം നമ്മുടെ ഷെപ്പേർഡ്, ആട്ടിടയനായിട്ടുള്ള കർത്താവോ അങ്ങനെയല്ലല്ലോ. നമുക്ക് ആ ദാവീദിനെ പോലെ പോലും അല്ലല്ലോ. അതിനേക്കാട്ടിലും ഫുൾ ഫുൾ ഭാവി നമുക്കറിയാം. നമ്മുടെ ഭാവി കർത്താവിനറിയാം. അപ്പൊ എല്ലാ കാര്യങ്ങളും കർത്താവ് ഹയർ പ്ലാനിൽ, നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ പ്ലാൻ. ഇന്നലെ തന്നെ ഞാൻ ചിന്തിച്ചു, എനിക്ക് തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഇത് രാത്രിയിലായിരുന്നു പോർട്ടിന് വരേണ്ടത്. ഞാൻ എങ്ങനെ പോവും വരും ഒക്കെ ചിന്തിച്ചു. സാംചാൻ എൻ്റെ കൂടെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കർത്താവ് ആക്ച്വലി അതിശയമായിട്ട് മോനും മോളും കൂടെ വരാനായിട്ട് ഇടയാക്കി. അവർക്കും വരാൻ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര പോയി. ചെറിയ കുഞ്ഞിനെയും കൊണ്ട് പോയി തിരിച്ചു വരാനായിട്ട് ഇടയാക്കി. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പക്ഷെ നമ്മൾ ഒറ്റ കാര്യം മാത്രം, കർത്താവ് നമ്മുടെ പ്ലാന് കർത്താവിന്റെ പാദത്തിൽ വെച്ച്, കർത്താവ് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കണം. അങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ വളരെ പീസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. അത് മാത്രമല്ല ദൈവത്തിന്റെ വലിയ പ്ലാൻ അൺഫോൾഡ് ചെയ്യുന്നത് കാണും. ഈ കർത്താവിന്റെ ഹയർ പ്ലാൻസ് എന്ന കാര്യത്തിൽ യശയ 55 എഴുതിയിട്ടുണ്ടല്ലോ, മൈ പ്ലാൻസ് ഫോർ യു ആർ നോട്ട് യുവർ പ്ലാൻസ്, മൈ പ്ലാൻസ് ആർ ഹയർ ദാൻ യുവർ പ്ലാൻസ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ നീഡ്സ് കർത്താവ് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടും ഹയർ പ്ലാൻസ് കർത്താവ് ചെയ്യാൻ പോയി എന്നേക്കും ഓർമ്മയിൽ ഇരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്യണം, കർത്താവെ എൻ്റെ പ്ലാൻസ്, എൻ്റെ ഡിസയേഴ്സ് അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, അതിനെക്കാട്ടിലും അങ്ങെടുത്ത് തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ആയിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം?
Lord, our loving Heavenly Father, we thank you, Lord Father, for this time, Lord. കർത്താവെ, ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ഈ വചനം തന്നതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളെ കർത്താവെ, താങ്ക് യു ലോർഡ് ഫാദർ, ബിക്കോസ് you are the God who remembers us, Lord, even when we don't feel it, Lord, or that in whatever situation we may be, Lord. Thank you, Father, because as your word says, Father, that even in the flood, Father, you sat enthroned, Lord. കർത്താവെ, ഞങ്ങൾ ആ ഒരു ട്രൂത്ത് എപ്പോഴും കൊണ്ട് നടക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഫാദർ, ഈവൻ ഫാദർ, ഇസ്രായേൽ മക്കൾ കർത്താവെ ഈജിപ്തിൽ കിടന്നപ്പോൾ യു സോ ദിയർ ഗ്രോണിങ്, ലോർഡ് ഫാദർ, യു ഹേർഡ് ദിയർ ക്രൈ, ലോർഡ്. അതുപോലെ ഞങ്ങളുടെ കർത്താവെ ഗ്രോണിങ്ങും ക്രൈയും എല്ലാം കർത്താവെ, ഞങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ലോർഡ്, വി നോ ലോർഡ് ഫാദർ that you see it, Lord, and Father, that you have allowed everything into our lives, Lord, only for a purpose, Lord. And Father, we especially pray കർത്താവെ, ഞങ്ങൾക്ക് ആ വിശ്വാസം തരണമേ, ലോർഡ്. അങ്ങയുടെ വചനത്തിൽ പറയുന്ന പോലെ കർത്താവ്, വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു പ്ലീസ് യു, ലോർഡ്. Father, we pray, Lord, that you will give us the faith to believe, Lord, that in whatever circumstances we may be going through, Lord Father, that we can rest and trust in you, knowing, Father, that you are an all-seeing God, Father, and that you bear each one of us, Lord Father, in your hands, Lord. Thank you, Father, for this time, Lord. In Jesus' precious name we pray. Amen. Amen. Praise the Lord.